ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ബർബ് ട്യൂട്ടോറിയലിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബർബിലെ ഡിഫറെന്റ് ആയിട്ടുള്ള ടാബുകളെ കുറിച്ചും അതിന്റെ ഡിഫറെന്റ് ഫീച്ചേഴ്സിനെ കുറിച്ചുമാണ്. സോ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ആൾറെഡി ബർബ് സ്യൂട്ട് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള ഓരോ ടാബുകളെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ടാബിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ചില ഫീച്ചേഴ്സ് ഒക്കെ ഡിസേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഗ്രേ ഔട്ട്, ന്യൂസ് സ്കാൻ എന്ന് പറഞ്ഞ ഭാഗത്തൊക്കെ ഗ്രേ ഔട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഇതിലോട്ട് റീഡയറക്റ്റ് ആയിട്ട് പോയിട്ട് പറയുന്നുണ്ട് ബർബ് സ്യൂട്ട് പ്രൊഫഷണലുള്ള ഒരു ഫീച്ചറാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യണം, ബർബ് സ്യൂട്ട് പ്രൊഫഷണൽ എടുക്കണം. അത് പറഞ്ഞതുപോലെ തന്നെ ഇത് ബർബ് സ്യൂട്ട് പ്രൊഫഷണലുള്ള ഒരു ഫീച്ചറാണ്. ഈ ഒരു ടാബിന്റെ മെയിൻ യൂസും അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ടാബ് എന്ന് പറയുന്നത് ടാർഗറ്റ് എന്ന് പറഞ്ഞ ടാബാണ്. ഓക്കെ, ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞ ടാബിൽ നമുക്ക് 3 ഡിഫറെന്റ് ടാബ്സ് കാണാൻ പറ്റും. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ സൈറ്റ് മാപ്പ്, പിന്നെ സ്കോപ്പ്, പിന്നെ ഇഷ്യൂസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ഇഷ്യൂസ് എന്ന് പറഞ്ഞ ടാബ് നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബർബ് സ്കാനർ, അതായത് പ്രോയിൽ എഡിഷൻ മാത്രം നമുക്ക് യൂസ് ഉള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അടുത്തത് സൈറ്റ് മാപ്പും അതുപോലെ സ്കോപ്പും എന്ന് പറഞ്ഞ സംഭവം. അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ബ്രൗസറിലേക്ക് പോകാം. ബ്രൗസറിലേക്ക് പോയിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ഫോക്സി പ്രോക്സിയിൽ പ്രോക്സി സ്വിച്ച് ചെയ്യണം. ഓക്കെ, ബർബിലോട്ട്. ഓക്കെ, നമ്മൾ ഇതിന്റെ ഫുൾ കൺഫിഗറേഷനെ കുറിച്ചൊരു ഫസ്റ്റ് പാർട്ട് ഉണ്ട്, അത് കാണാത്തവർ പോയി ഒന്ന് കാണുക, എന്നിട്ട് ഈ ഒരു പാർട്ട് കാണാനായിട്ട് വരും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മളിവിടെ റീലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഹിസ്റ്ററി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇപ്പോൾ പ്രോക്സി എന്ന ടാബിനെ കുറിച്ച് പറയാം. ഹിസ്റ്ററിയിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ റീലോഡ് ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ബർബിലേക്ക് പോയി നോക്കുമ്പോൾ നമ്മൾ സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ടാബിനകത്ത്, ടാർഗറ്റിന്റെ അകത്ത് സൈറ്റ് മാപ്പ് എന്ന സംഭവത്തിന്റെ അകത്ത് കുറെ അധികം പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പം നമ്മളിപ്പോൾ പോർച്ചുഗലിന്റെ ആ ഒരു വെബ്സൈറ്റ് ആണ് ഞാനിപ്പോൾ റീലോഡ് ചെയ്തത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ അധികം പാത്തുകൾ കാണാൻ പറ്റും. ഈ പാത്തുകൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സപ്പോർട്ട്, യൂസേഴ്സ്, വെബ് സെക്യൂരിറ്റി. ഇവിടെ നമുക്ക് കാണാം. അതായത് നോർമലി ഇവിടെ കാണാൻ പറ്റുന്ന കുറേ അധികം പാത്താണ്. സൈറ്റ് മാപ്പിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിനകത്ത് കയറുന്നു, നമ്മളത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ അതിൻ്റെ അകത്ത് പല പല പാത്തുകളിലൂടെ കടന്നു പോകും. അപ്പം ഈ ഒരു പാത്തുകളിലേക്ക് ഒരു റൂട്ട് മാപ്പ് പോലത്തെ ഒരു സംഭവം, ഒരു ടേബിൾ പോലെ അത് ക്രിയേറ്റ് ചെയ്ത് വെക്കും. നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ പോർട്സിക്കർ നമ്മളതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കണ്ടില്ല, അതിൻ്റെ അകത്തുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പാത്തുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ബോട്ടിൻ്റെ അകത്തുള്ള കാര്യം, കോൺടാക്ട് എന്നൊരു സംഭവമുണ്ട്, APIയുടെ കുറേ അധികം API എൻ പോയിന്റ്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ ഈ സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവും. ഇനി അടുത്തതെന്ന് പറയുന്നത് സ്കോപ്പ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഓക്കെ, ഈ സ്കോപ്പ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ പോർട്സിക്കറിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ വേറൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വയ്ക്കും, Zooplus.com എന്നാണ്. ഓക്കെ, ഇത് ഹാക്കർ വണ്ണിൽ ബഗ് ബൗണ്ടിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടൊക്കെ കൊടുത്തു നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഹാക്കർ വണ്ണിലുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഞാനിപ്പം Zooplus എന്ന പ്ലാറ്റ്ഫോം ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ എക്സാമ്പിൾ. ഓക്കെ, ഞാൻ അതിൻ്റെ കൂടെ YouTube.com ഒക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ചില സമയത്ത് ട്യൂട്ടോറിയൽ നോക്കി കണ്ട് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഞാൻ ചില സമയത്ത് ഈ പറഞ്ഞ AI ഞാൻ ചിലപ്പോൾ ഈ പറഞ്ഞ ഫോളോ അപ്പ് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ജെമിനിയോടെ ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ ക്ലൗഡിൻ്റെ ഒക്കെ ചോദിക്കും. ക്ലൗഡ് AI ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ സെക്യൂരിറ്റി ടെസ്റ്റിംഗിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, ഫോളോ അപ്പ് ചോദിക്കുന്നത്. അപ്പം ഇതെല്ലാം ഞാൻ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ അധികം വെബ്സൈറ്റുകൾ ഞാൻ ഓപ്പൺ ആക്കി വെച്ചിരിക്കും. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടാബ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേറെ ടാബ് ഉണ്ട്, പ്രോക്സി ടാബ്. ഓൾറെഡി പറഞ്ഞായിരുന്നു. പ്രോക്സിനെ കുറിച്ച് നമുക്കൊന്ന് പെട്ടെന്ന് പറയാം. പ്രോക്സി ടാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പറഞ്ഞ ബർബ് സ്യൂട്ട് എന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോക്സിയാണ്. അതായത് നമ്മുടെ വെബ് സെർവറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ബ്രൗസറിന്റെയും ഇടയിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം ക്യാപ്ചർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി പ്രോക്സി ടാബ് എന്ന് പറയുന്നത്. ഇതിലും ഡിഫറെന്റ് ആയിട്ടുള്ള കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്, ലൈക്ക് ഇന്റർസെപ്റ്റ്, HTTP ഹിസ്റ്ററി, വെബ് സോക്കറ്റ് ഹിസ്റ്ററി. അപ്പം ഇതിന് ഞാനിപ്പം HTTP ഹിസ്റ്ററി ഫോർ എക്സാമ്പിൾ എടുക്കുക. നമുക്ക് എല്ലാത്തിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. ഓക്കെ, HTTP ഹിസ്റ്ററിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഏതൊരു വെബ്സൈറ്റ് അടുത്ത് സർഫ് ചെയ്താൽ അതിൻ്റെ അകത്തുള്ള എല്ലാ എൻ പോയിന്റ്സും ഇവിടെയാണ്. അതേ കണക്ക് ആ ഒരു ഓർഡറിൽ തന്നെ ലിസ്റ്റാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ അവിടെ സൈറ്റ് മാപ്പ് ഉണ്ട്. സൈറ്റ് മാപ്പിന്റെ പ്രത്യേകത എന്താണ്, അതെല്ലാം കറക്റ്റ് ഓർഡർ ആയിട്ട് ഓരോരോ വെബ്സൈറ്റിന്റെ ഇപ്പം ഒരു ഡൊമൈനാണ് നമ്മളിപ്പോൾ എടുക്കുന്നതെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ എടുത്താണ് ജെമിനി എടുത്താൽ ജെമിനിയുടെ അതേ കണക്കത്ത് ആ ഒരു പാത്തെല്ലാം കറക്റ്റായിട്ട് ഓർഡർ ആയിട്ട് വയ്ക്കും. ബട്ട് ഇവിടെ പ്രോക്സിയിൽ നമ്മൾ HTTP ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ അതെല്ലാം കറക്റ്റ് അപ്പോഴപ്പോൾ ലോഡാവുന്ന ഹിസ്റ്ററിയാണ് ഇപ്പോൾ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോഡ് ആയിക്കൊണ്ട് ക്ലൗഡ് AI വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ജെമിനി വന്നിട്ടുണ്ട്. അപ്പോഴപ്പോഴുള്ളതാണ് ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് Zooplus.com എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈറ്റ്. ബട്ട് ഇതിന്റെ ഇടയിൽ കുറേ അധികം നമ്മൾ ഇതിന് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത കുറേ അധികം സൈറ്റിന്റെ ഹിസ്റ്ററിയും കൂടി വന്നിട്ട്, അപ്പോൾ ഇത് ഫുള്ളും കൂടി നമുക്ക് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കിടക്കുമ്പോൾ. അല്ലേ, അത് മാത്രമല്ല നമ്മളിപ്പോൾ സൈറ്റ് മാപ്പിന്റെ ഭാഗത്ത് വന്നാൽ ഇവിടെ കുറേ അധികം പ്ലാറ്റ്ഫോംസ് നമ്മൾ സർഫ് ചെയ്ത എല്ലാ പ്ലാറ്റ്ഫോംസിനെയും വന്ന് കിടക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മുടെ ഈ സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കോപ്പ് സെറ്റിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് അഡ്വാൻസ് സ്കോപ്പ് സെറ്റിംഗ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പ്രോട്ടോകോൾ, ലൈക്ക് HTTP മാത്രമല്ല മറ്റുള്ള പ്രോട്ടോകോൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. പ്രോട്ടോകോൾ, പോർട്ട്, അതുപോലെ തന്നെ ഫയൽ,
ടൈപ്പ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ മോസ്റ്റ് ഓഫ് ദ കേസിൽ യൂസ് ചെയ്യാറില്ല. ബട്ട് നമ്മളിപ്പം വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമൽ സ്കോപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് ആഡ് സ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. ഓക്കെ, ആഡ് സ്കോപ്പ് ഔട്ടോ എക്സ്ക്ലൂഡ് ഫ്രം സ്കോപ്പോ ഏതെങ്കിലും ഒന്നിൽ ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ഞാൻ ഇവിടെ എന്താണ് ഇപ്പം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോണ പ്ലാറ്റ്ഫോമിന്റെ ഇടാൻ വേണ്ടി. ഓക്കെ, ഇവിടെ ഓൾറെഡി ഞാൻ എടുക്കുന്ന സമയത്ത് പ്രിഫിക്സ് ആയിട്ട് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, example.com എന്നാണ്. അതേപോലെ തന്നെ നമ്മൾ ഇടാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ Zooplus എടുത്ത സമയത്ത് Zooplus.com ടൈപ്പ് ചെയ്യുമ്പോൾ ഓൾറെഡി എന്താണ് www.zooplus.com എന്ന് പറഞ്ഞ സബ് ഡൊമൈൻ ആണ് റീഡയറക്റ്റ് ആയിട്ട് ലോഡ് ആവും. ഓക്കെ, അപ്പം ഈ പറഞ്ഞ Zooplus എന്ന് പറഞ്ഞ കമ്പനിക്ക് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് സബ് ഡൊമൈൻസ് കാണും. ഓക്കെ, ഇത് എല്ലാം നമുക്ക് എനിക്ക് ഇതിനകത്ത് ഇപ്പം ഒരു സമയത്ത് തന്നെ ഇതിപ്പം നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്തും ലോഗ് ഔട്ട് ചെയ്യുന്ന സമയത്തും പല പല ടാബിലേക്ക് പോകുന്ന സമയത്തും ഈ Zooplus.com എന്ന് പറഞ്ഞ സൈറ്റിൽ എന്താണ് അതിന്റെ സബ് ഡൊമൈൻസിന്റെ അകത്തോട്ട് ചില സമയത്ത് കമ്മ്യൂണിക്കേഷൻസ് പോകാറുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് മാപ്പ് ഔട്ട് ചെയ്താൽ മാത്രമേ എന്താണ് ഫുള്ളി ഈ ഒരു Zooplus എന്ന് പറഞ്ഞ സൈറ്റിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ www മാത്രമല്ല ഞാനിപ്പോൾ സ്കോപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്, ഈ Zooplus.com എന്ന് പറഞ്ഞാൽ നമ്മൾ example.com എന്ന് പറഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ജസ്റ്റ് example.com എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് നമുക്ക് Zooplus.com എന്ന് ആഡ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻക്ലൂഡ് സബ് ഡൊമൈൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ www ഉൾപ്പെടെ ഈ Zooplus കുറെ അധികം സബ് ഡൊമൈൻസ് ഇല്ല, അതെല്ലാം ഇതിന്റെ അകത്തോട്ട് ഫിൽട്ടർ ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ എന്താണ് അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ എടുക്കുന്നു. ഓക്കെ, ഇനി ഞാൻ തിരിച്ചെന്താണ് പ്രോക്സി ടാബിനകത്ത് ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഇപ്പോഴും എന്താണ് എല്ലാം ഫുള്ള് ചവർ പോലെ കിടക്കുകയാണ്, എല്ലാം കൂടി മിക്സ് ആയിട്ട്. ഓക്കെ, നീ ഇവിടെ കണ്ടില്ലേ, മേളിൽ കണ്ടില്ലേണ്ട ഔട്ട് ഓഫ് സ്കോപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, റീനേബിൾ ഒക്കെ ഷോർക്ക് ചെയ്തില്ല. ഓക്കെ, അത് ഞാൻ ഇവിടെ ഔട്ട് ഓഫ് സ്കോപ്പിലോട്ട് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു സംഭവം, അതുകൊണ്ടാണ് ഔട്ട് ഓഫ് സ്കോപ്പിലോട്ട് ആവാത്തത്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് മുകളിൽ ഈ ഒരു സംഭവം ഫിൽട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, HTTP ഹിസ്റ്ററി ഫിൽട്ടർ. അല്ലെങ്കിൽ പല പല രീതിയിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും, ഈസിയാണ്, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഷോ ഓൺലി ഇൻ സ്കോപ്പ് ഐറ്റംസ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ഉണ്ട്. അതായത് ഞാൻ ഇവിടെ സ്കോപ്പിൽ ആഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രം കാണിക്കുക എന്നുള്ളത്. ഓക്കെ, അത് ജസ്റ്റ് എന്താണ് ഞാൻ എനേബിൾ ചെയ്ത് കൊടുക്കുന്നു, അപ്ലൈ ആൻഡ് ക്ലോസ് കൊടുക്കും. ഇത് നമ്മൾ നോക്കുന്ന സമയത്തുകളിലെ Zooplus.com എന്ന് പറഞ്ഞ സൈറ്റിന്റെ മാത്രമാണ് വന്നിട്ടുള്ളത്. അതിന്റെ സബ് ഡൊമൈൻസ് www എന്ന് പറഞ്ഞ സബ് ഡൊമൈൻ വന്നിട്ടുണ്ട്, അത് നോർമൽ സബ് ഡൊമൈൻ. അതുപോലെ തന്നെ ലോഗിൻ എന്ന് പറഞ്ഞ സബ് ഡൊമൈൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് മെയിൻലി എന്താണ് ഈ ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞ ടാബ് കൊണ്ടുള്ള യൂസ്. നമുക്ക് ഈസി ആയിട്ട് എന്താണ് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ സഹായിക്കും സ്കോപ്പുകൾ ആഡ് ചെയ്ത്. ഞാൻ ഓൾറെഡി പറഞ്ഞു സൈറ്റ് മാപ്പിന്റെ അകത്ത് ഇവിടെ ഇപ്പോൾ കൊളായി കിടക്കുക, അതും എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നേരത്തെ സെയിം പരിപാടി ഇവിടെ കൊണ്ട് ഇൻസ്കോപ്പ് ഐറ്റംസ് എന്ന് കൊടുത്താൽ മതി, അപ്ലൈ കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ Zooplus.comന്റെ മാത്രം വന്നു. ഇതിൻ്റെ അകത്തുള്ള ഡിഫറെന്റ് പാത്തുകൾ ലൈക്ക് API പാത്തുകളോ എന്നിട്ട് അക്കൗണ്ട് ക്രിയേഷനുള്ള പാത്തുകൾ. അപ്പം ഇതിനൊക്കെ വേണ്ടിയാണ് മെയിൻലി നമ്മൾ സ്കോപ്പും അതുപോലെ തന്നെ ഇതേപോലെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി മെയിൻ സൈറ്റ് മാപ്പ് അല്ലെങ്കിൽ മാപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് ടാബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ടാർഗറ്റ് എന്നും ടാബിലെ രണ്ട് മെയിൻ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു. അടുത്തതെന്ന് പറയുന്നത് പ്രോക്സി എന്ന് പറഞ്ഞ ടാബാണ്. നമ്മൾ ഓൾറെഡി പ്രോക്സി എന്ന് പറഞ്ഞ ടാബിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഓക്കെ, അതിനകത്ത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത HTTP ഹിസ്റ്ററി എന്ന് പറഞ്ഞ സംഭവമാണ്. ഓക്കെ, ഇതിനകത്ത് പല രീതിയിൽ നമുക്ക് എന്താണ് ഇതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പം മെത്തേഡിന്റെ അകത്ത് ഇവിടെ കുറെ അധികം മെത്തേഡുകളാണ്. ഗെറ്റ് മെത്തേഡ് പോകുന്നുണ്ട്, പോസ്റ്റ് മെത്തേഡ് പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എനിക്ക് ഇതിനെ ഗെറ്റ് മെത്തേഡ്സ് അനുസരിച്ച് വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്യണം. ജസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പൊ ഗെറ്റ് വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യുന്നു. ഒന്നും കൂടി ഞാൻ നെക്കി കഴിഞ്ഞാൽ പോസ്റ്റ് വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യുന്നു. കണ്ടില്ലേ, URL വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ഇതിനെ ഫിൽട്ടർ ചെയ്യാം. കണ്ടേ, മാറി വരുന്നുണ്ടല്ലേ, പാരാമീറ്റേഴ്സ് അങ്ങനെ പല പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത ടാബാണ് പ്രോക്സിയുടെ അകത്ത് വരുന്ന ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ബബ്സ്യൂട്ട് എന്നൊരു പ്രോക്സിയാണ്. അത് നമ്മുടെ എന്താണ് ഈ പറഞ്ഞ ബ്രൗസറിന്റെയും അതുപോലെ തന്നെ നമ്മളെ വെബ് ആപ്ലിക്കേഷന്റെയും ഇടയിൽ ഇരുന്നിട്ടാണ് നമുക്ക് എന്താണ് ട്രാഫിക്കുകൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ബെസ്റ്റ് ഫീച്ചറാണ് ബബ്സ്യൂട്ടിന്റെ എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് ടാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു വെബ്സൈറ്റ് ഞാനിപ്പോൾ ലോഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ വെബ്സൈറ്റിലേക്ക് ആ വെബ് സെർവറിലേക്ക് പോകുന്ന ആ ഒരു റിക്വസ്റ്റ് എനിക്ക് തടഞ്ഞു വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എന്താണ് ഇവിടെ തിരിച്ച് ബബ്സ്യൂട്ടിലേക്ക് വരികയാണ്. ഞാൻ എന്നിട്ട് എന്താണ് ഇവിടെ ഇന്റർസെപ്റ്റ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് യൂട്യൂബ് ലോഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ലോഡ് ചെയ്യുമ്പോൾ സമയത്ത് ലോഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു, കേട്ടില്ല, മുന്നോട്ട് പോകുന്നില്ല, ശ്രദ്ധിച്ചായിരുന്നു. ഓക്കെ, ഞാൻ ഇവിടെ ചെന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ ഈ പോകുന്ന എല്ലാ റിക്വസ്റ്റുകളും ഇവിടെ എന്താണ് ഇപ്പൊ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഫോർവേഡ് കൊടുക്കാതെ എന്താണ് ഫോർവേഡ് ആവത്തില്ല. ഓക്കെ, കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഇവിടെ എനിക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് എന്താണ് ഫോർവേഡ് ചെയ്യാം, ഒരെണ്ണം മാത്രമായിട്ട് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം പോയി കണ്ടില്ലേ, നിനക്ക് എന്താണ് എനിക്ക് ഓരോന്നോരോന്ന് ഫോർവേഡ് ചെയ്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഫോർവേഡ് ആളെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് പോകും. അതുപോലെ ഡ്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം, കണ്ടില്ലേ. അല്ലെങ്കിൽ എന്താണ് ഡ്രോപ്പ് ആളെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ ഫോർവേഡ് ആൾ കൊടുത്തിട്ട് ഫോർവേഡ് എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ ബാക്കി വരും. ഓക്കെ, ലോഡ് ആവുന്നുണ്ടല്ലേ. ഇപ്പൊ പിന്നെ ഇവിടെ ലോഡ് ആവുന്ന സമയത്ത് കുറെ അധികം റിക്വസ്റ്റ് വരും. അതിനെ ഞാൻ ഇപ്പൊ എല്ലാം ഡ്രോപ്പ് ആൾ കൊടുത്തെന്ന് വിചാരിച്ചു, എല്ലാം ഡ്രോപ്പ് ആയി. ഇപ്പം കണ്ടില്ലേ ഇവിടെ അത് ഇന്ററപ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ വെബ് ബ്രൗസറിൽ നിന്ന് വെബ് സെർവറിലേക്ക് പോകുന്ന ആ ഒരു റിക്വസ്റ്റിനെ നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ റിക്വസ്റ്റിനെ നമുക്ക് തടഞ്ഞു വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ കാണിച്ചിടാം. ബ്രൗസർ എടുക്കുകയാണ്, എൻ്റെ ജസ്റ്റ് എന്താണ് ബർപ്പിലോട്ട് സ്വിച്ച് ചെയ്യുന്നു.
പ്രോക്സി. എന്നിട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഓൾറെഡി എന്താണ് google.com എന്ന് പറഞ്ഞ സൈറ്റ് ഒന്ന് ലോഡ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ തിരിച്ചു വരുന്നു. എന്നിട്ട് ഞാൻ എന്താണ് തിരിച്ച് ബബ്സ്യൂട്ടിൽ വന്നിട്ട് എന്താണ് ഇന്റർസെപ്റ്റ് ഓൺ ആക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ അവിടെ സെർച്ച് ചെയ്യാൻ പോവുകയാണ് ആൻഡ്രോയിഡ് എന്നും പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഞാൻ എൻ്റർ കൊടുക്കും. ഇവിടെ കണ്ടില്ലേ റിക്വസ്റ്റ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലോഡിങ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഞാൻ തിരിച്ചിവിടെ വരുന്നു. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും എന്താണ് ഇവിടെ ക്യൂ എന്ന് പറഞ്ഞൊരു പാരാമീറ്ററിൽ ആൻഡ്രോയിഡ് എന്ന്, അതായത് ഞാൻ ഇവിടെ സെർച്ച് ചെയ്ത കാര്യമാണ് ക്യൂ എന്ന പാരാമീറ്ററിലൂടെ ഗെറ്റ് റിക്വസ്റ്റ് വഴി അകത്തേക്ക് പോകുന്നത്. ഓക്കെ, സെർച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എന്നിട്ടാണ് അത് അവിടെ കാണിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇത് പോകുന്ന വഴിക്ക് എന്താണ് ഇങ്ങനെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വിടാം. ഫോർ എക്സാമ്പിൾ ഞാൻ ആൻഡ്രോയിഡ് എന്ന് അടിച്ച സ്ഥലത്ത് ക്യൂ എന്ന് പറഞ്ഞ പാരാമീറ്ററിൽ iOS എന്ന് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താണ് ഫോർവേഡ് ആൾ കൊടുക്കുകയാണ്, ഇന്റർസെപ്റ്റ് ഓഫ് ആക്കുന്നു. ഇനി ഞാൻ തിരിച്ച് ഇവിടെ വരുന്ന സമയത്ത് കണ്ടില്ലേ ഞാൻ അവിടെ നിന്ന് സെർച്ച് ചെയ്ത് എന്താണ് സെർച്ച് ബാർ കാണാൻ പറ്റും ആൻഡ്രോയിഡ് എന്നാണ് സെർച്ച് ചെയ്യുന്നത്. ബട്ട് ഞാൻ ആ റിക്വസ്റ്റ് എന്താണ് മാനിപ്പുലേറ്റ് ചെയ്ത് iOS എന്നാക്കി. ഓക്കെ, ഇതേപോലുള്ള യൂസ് കേസിൽ അതായത് ഞാൻ ചില സമയത്ത് എന്താണ് ചില ആപ്ലിക്കേഷൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേയ്മെന്റ് ഗേറ്റ് വേക്കും ടെസ്റ്റ് ചെയ്യുന്നത്. അവിടെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പേയ്മെന്റ് ഗേറ്റ് വേയിൽ ചില സമയത്ത് എന്താണ് ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അപ്പം പോകുന്ന ലൈവ് റിക്വസ്റ്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ പോകുന്ന സമയത്ത് തന്നെ എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് അയക്കണമെന്നുണ്ട് എങ്കിൽ അപ്പൊ തന്നെ തടഞ്ഞു വെച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് അയക്കണമെന്നുണ്ട് എങ്കിൽ എനിക്ക് എന്താണ് ഇന്റർസെപ്റ്റ് ടാബ് യൂസ് ചെയ്യാം. ഓക്കെ, ഇന്റർസെപ്റ്റ് ടാബ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ജസ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കും. ഓക്കെ, അടുത്തതായിട്ട് വെബ് സോക്കറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ടാബാണ്. ഓക്കെ, ഈ വെബ് സോക്കറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് വെബ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, വെബ് സോക്കറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഗൂഗിൾ നമ്മൾ ലൈവായിട്ട് ചാറ്റ് ചെയ്യുന്ന നമ്മളെ പ്ലാറ്റ്ഫോം ലൈക്ക് വാട്സപ്പ്, അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഈ യൂട്യൂബിന്റെ ലൈവ് ഒക്കെ പോകുമ്പോൾ അവിടെ ലൈവ് ചാറ്റ് ഒക്കെ ഇല്ലേ, അവിടെയൊക്കെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻസ് നടത്തുമ്പം അതൊക്കെ മെയിൻലി പോകുന്നത് ലൈവായിട്ടാണ്. ഓക്കെ, ലൈവായിട്ട് കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെബ് സോക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ ഹിസ്റ്ററിയാണ് ഇവിടെ മെയിൻലി കാണുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ ഇപ്പം എന്തോ എനിക്ക് തോന്നുന്നത് മോക്സിലയുടെ എന്തോ ആണ് നടക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫയർഫോക്സിന്റെ. ഓക്കെ, അടുത്തത് നോക്കാനുള്ളതാണ് മാച്ച് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാച്ച് ആൻഡ് റീപ്ലേസ് പേര് പറയുന്ന പോലെ തന്നെ ഒരു കാര്യത്തിനെ മാച്ച് ചെയ്യുക, അതിനെ റീപ്ലേസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അത് ഞാൻ ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഇപ്പം പോസ്റ്റ് എന്ന് പറഞ്ഞ റിക്വസ്റ്റ് ആണ് പോയിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ നമ്മൾ കാണിക്കും. ഓക്കെ, നമുക്ക് എന്താണ് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. ഓക്കെ, ഞാൻ അവിടെ പോസ്റ്റ് എന്ന് മാറ്റി അതിനെ മാച്ച് ചെയ്യുന്നു. ഓക്കെ, മാച്ചിനകത്ത് റീപ്ലേസിന്റെ സ്ഥലത്ത് തന്നെ ഗെറ്റ് എന്നാക്കുന്നു. ഓക്കെ, ഇപ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലേ ഇവിടെ പോസ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് ഗെറ്റ് എന്ന് പറഞ്ഞ ആക്കുന്നു. അപ്പം ഇതിവിടെ ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചത്. പക്ഷേ ഞാൻ ഈ ഒരു റൂൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബർപ്പിൽ ഞാൻ പ്രോക്സി ഇപ്പം എന്താണ് ബർപ്പിന്റെ പ്രോക്സിയിലോട്ടാണ് ഞാൻ ഇപ്പം വെബ് ബ്രൗസർ സ്വിച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് അയക്കുന്ന എല്ലാ റിക്വസ്റ്റിന്റെ അകത്ത് എന്താണ് ഈ പറഞ്ഞ പോസ്റ്റ് വരുന്ന സ്ഥലത്തല്ല പിന്നെ എന്താ ഗെറ്റ് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനാണ് മെയിൻലി എന്താണ് ഈ പറഞ്ഞ മാച്ച് ആൻഡ് റീപ്ലേസ് പറഞ്ഞ സംഭവം യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പോസ്റ്റ് മാറ്റണം. ഓക്കെ, ഞാൻ അവിടെ പോസ്റ്റും ആ ഗെറ്റും ഒക്കെ മാറ്റണം. ഞാൻ ഇവിടെ റിക്വസ്റ്റ് ഹെഡറിന് പകരം ഇവിടെ ഹെഡേഴ്സ് ആണ് യൂസ് ചെയ്തത്. ഞാൻ ഇവിടെ എന്താണ് ഫസ്റ്റ് ലൈൻ റിക്വസ്റ്റിലുള്ള ഫസ്റ്റ് ലൈനിലുള്ളതാണ് മാറ്റം വരുത്താൻ പോകുന്നത്. നേരത്തെ നമ്മൾ കണ്ടായിരുന്നു ഫസ്റ്റ് ലൈനിലെ ക്യൂ എന്ന് പറഞ്ഞ പാരാമീറ്ററിലാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഓരോന്ന് സെർച്ച് ചെയ്യുന്നത്. നോക്കാം, ആ ഒരു പാരാമീറ്ററിലാണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യം ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത ശേഷം എന്താണ് ഞാനിപ്പോൾ എന്താണ് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്നു. ഓക്കെ, ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സെർച്ച് ചെയ്തത്. ഓക്കെ, ആൻഡ്രോയിഡ് എന്ന് വരുന്ന സമയത്ത് എന്താണ് അതിനെ iOS-ലോട്ട് മാറ്റണമെന്ന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം ആൻഡ്രോയിഡ് വരുമ്പം iOS-ലോട്ട് മാറ്റണം. ഓക്കെ, ഞാൻ ഇനി ഓക്കെ കൊടുക്കുകയാണ്. ഇനി ഞാൻ ജസ്റ്റ് എന്താണ് ഇവിടെ HTTP ഹിസ്റ്ററി എന്ന് ക്ലിയർ ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇവിടെ ഓൾറെഡി എന്താണ് google.com ഒന്ന് എടുക്കുക വയ്ക്കുകയാണ്. ഓക്കെ, google.com. ഓക്കെ, google.com വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും ഇവിടെ റിക്വസ്റ്റുകൾ പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതെല്ലാം ഒന്നും കൂടി ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എന്താണ് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യണം. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ വരാൻ പോകുന്നത് കണ്ടോണേ iOS ആയിരിക്കും. കാരണം ഞാൻ അവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് മാച്ച് ആവുന്ന സ്ഥലത്തുള്ള റിക്വസ്റ്റിലെല്ലാം എന്താ ആൻഡ്രോയിഡ് മാറ്റി എന്താണ് iOS ആക്കണം. ഇതുപോലെ പല പല സ്ഥലങ്ങൾ വരും. ലൈക്ക് എന്താണ് ഇപ്പോൾ ഒരു അഡ്മിൻ എന്ന് പറഞ്ഞ സാധനം അഡ്മിൻ ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ അഡ്മിൻ ഈക്വൽ ടു ഇപ്പോൾ ഫാൾസ് എന്ന് നടക്കുന്ന സമയത്താണെന്ന് ചോദിച്ചു. അതെനിക്ക് വേണമെങ്കിൽ എന്താണ് ഇത് ഉപയോഗിച്ചിട്ട് എപ്പോഴും റീപ്ലേസ് ചെയ്ത് ട്രൂ ആക്കുന്ന രീതി സെറ്റ് ചെയ്തിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പല പല ലാബുകളും അതായത് വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം ഓക്കെ ഫസ്റ്റ് നമുക്ക് എന്താണ് ജസ്റ്റ് നമുക്ക് ഈ ബർപ്പിന്റെ കോട്ടൊന്ന് ഫിമിലിയർ ആവാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്യൂട്ടോറിയൽ ഞാനിപ്പോൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് മാച്ച് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, ഇതിൽ പല പല ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് എന്താണ് ഇപ്പം ചില സമയത്ത് എന്താണ് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ റിക്വസ്റ്റ് പോകുമ്പോഴത്തേക്ക് എന്താണ് ഈ പറഞ്ഞ നമ്മുടെ മൊക്സില ഫയർഫോക്സ് എന്ന് പറഞ്ഞായിരിക്കും പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചു ഇപ്പോൾ HTTP ഹിസ്റ്ററി റിക്വസ്റ്റ് എടുത്തു. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്താണ് ഇവിടെ യൂസർ ഏജന്റ് എന്ന ഭാഗത്തല്ലേ മോക്സില നമ്മുടെ ഫയർഫോക്സ് നമ്മുടെ വിൻഡോസ് മെഷീനിൽ നിന്ന് ഫയർഫോക്സ് എന്ന് പറഞ്ഞ ബ്രൗസറിൽ നിന്നാണ് പോയിട്ടുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് യൂസർ ഏജന്റ് എന്ന് പറഞ്ഞ ഭാഗത്ത്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും. ബട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ മാറ്റിയിട്ട് എന്താണ് എനിക്ക് ഇത് ഇപ്പം ഇതേ സെയിം റിക്വസ്റ്റ് ഇപ്പം നമ്മൾ ചില സമയത്ത് നമ്മുടെ ലാപ്ടോപ്പ് വെച്ചിട്ട് നമ്മൾ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പം രീതിയിൽ ആ സൈറ്റ് റെസ്പോണ്ട് ചെയ്യുന്ന കണക്കായിരിക്കും ഒരു ഫോണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പിളിന്റെ ഫോണോ ഒക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് രണ്ടും ഡിഫറന്റ് ആയിരിക്കും. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ നമുക്ക് എന്താണ് സാധ്യത ഈ മാച്ച് ആൻഡ് റീപ്ലേസിൽ എന്താണ് എമിലേറ്റ് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒക്കെ കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്താണ് ഈ പറഞ്ഞ ഇപ്പൊ ഇവിടെ വേണ്ടല്ലേ വിൻഡോസ് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അതിന് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന് ഓൾറെഡി എന്താണ് ആൻഡ്രോയിഡിലോട്ട് മാറ്റും. അതുപോലെ തന്നെ ഇപ്പം എന്താണ് iOS എന്ന് പറഞ്ഞ വെർഷൻ
ഉണ്ട്. ഓക്കെ, ഇപ്പം iOS എന്ന് പറഞ്ഞ സംഭവം വരുമ്പോഴത്തേക്ക് എന്താണ്, വിൻഡോസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് ഇപ്പം റിക്വസ്റ്റ് പോകുന്നത്, അതിന് എന്താണ് iOS ആക്കി മാറ്റും, ഐഫോൺ ആക്കി മാറ്റും, കണ്ടില്ലേ. ഇപ്പം ഇങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ മെയിൻലി എന്താണ് ഈ മാച്ച് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇതേ കണക്ക് സെയിം തന്നെ വെബ് സോക്കറ്റിന്റെ കാര്യം പോകുന്നു. ഓക്കെ ഓക്കെ നമുക്കിനി എന്തൊക്കെ കവർ ചെയ്തെന്ന് റീകാപ്പ് പോവാം. ആദ്യമേ നമ്മൾ ഡാഷ്ബോർഡ് ടാബ് നോക്കി, അതിനുശേഷം ടാർഗറ്റ് ടാബിലുള്ള സൈറ്റ് മാപ്പ്, സ്കോപ്പ്, ഇങ്ങനെയുള്ള സ്കോപ്പ് സെറ്റിംഗ്, പിന്നെ സൈറ്റ് മാപ്പ് കാണുന്ന അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ നോക്കി. അതിനുശേഷം എന്താ ചെയ്തത്, പ്രോക്സി ടാബിൽ പോയി അവിടെ HTTP ഹിസ്റ്ററി എന്ന് പറഞ്ഞ ടാബിനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞ ടാബിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. അതിനുശേഷം വെബ് സോക്കറ്റ് ഹിസ്റ്ററി, അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ മാച്ച് ആൻഡ് റീപ്ലേസ്, ഒരു കാര്യത്തിനെ മാച്ച് ചെയ്തിട്ട് അതിനകത്ത് റീപ്ലേസ് ചെയ്യുന്ന റിക്വസ്റ്റുകൾ, അത് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഇനി പഠിച്ചത്. ഓക്കെ, ഇനിയും കുറേ അധികം ടാബ്സ് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം അടുത്തൊരു പാർട്ട് വരുന്നവരേക്കും നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു പാർട്ട് വരുന്നവരേക്കും ബൈ.